കൊടുങ്ങല്ലൂർന്ന് പെരിന്തൽമണ്ണ വന്നേക്കാണ്. ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് താമസിക്കുന്നത് എൻ കംഫർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്. ഓക്കെ, ഞാനിത് ആരെയാണ് കാണാൻ വന്നതെന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് നമ്മൾ കുറച്ചുകൂടി പോകണം, ഐഷ കോംപ്ലക്സിലോട്ട് പോകണം. ഞാൻ കാണാൻ വന്ന ആള് ഇദ്ദേഹമാണ്. ഓക്കെ, പേരൊന്ന് പറഞ്ഞു. ഷെബി റഹ്മാൻ. എനിക്ക് വളരെ പ്രിയപ്പെട്ട മനുഷ്യനാണ്. മൊയ്നൂസ് വ്ളോഗ്സിന്റെ മൊയ്നൊക്കെ പരിചയപ്പെടുത്തുന്നതാണ്. ഷെബി എന്താണെന്നുള്ള ഷെബി തന്നെ പറയും. എന്റെ കഥ നമുക്ക് പിന്നെ പറയാം. നമുക്ക് നമ്മളെ ഡിസൈൻസ് ഒന്ന് കാണാം ആദ്യം. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാനാണ് കേട്ടോ. ഭയങ്കരമായ കഥകളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് പുള്ളിയുടെ ഡിസൈൻസ് നമുക്ക് കാണാം. സോ ദിസ് ഈസ് വൺ ഓഫ് ഷെബീസ് ഡിസൈൻസ്. പക്ഷേ ഈ ഡിസൈൻസ് കാണിക്കേണ്ട ആള് ഞാനല്ല. ഇവിടെ ഒരു മോഡൽ ഉണ്ട് കേട്ടോ. മോനെ റിയാസേ, കമോൺ. റിയാസ് ഒരു റിസോർട്ട് ഓണറാണ് ആൻഡ് മോഡൽ ഓൾസോ അല്ലേ? ഷിയാസ് കരീമിന്റെ അനിയനാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള. ഇതിന്റെ ഇൻസ്പിറേഷൻ എന്താ? ഒരു ക്ലോത്ത് കണ്ടു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ നമുക്ക് തോന്നും. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ഞാൻ സാധാരണ ചെയ്യാം. അല്ലാണ്ട് ഡ്രോയിങ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ അല്ല. ഇനിയുണ്ട് കേട്ടോ, കുറെ ഉണ്ട്, കാണിച്ചു തരാം. How is this guys? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ ഇതെന്താ സൈസ് അല്ല, കുറച്ചുകൂടി വേണം അല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്കിപ്പോ ഒരു കല്യാണത്തിന് ഈ കോട്ട് മാത്രമായിട്ട് ഇടാൻ പറ്റും? കോട്ട് മാത്രമായിട്ട് ഇടാൻ പറ്റും. സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫാഷൻ ധരിച്ചൂടെ? ഇപ്പൊ സാരിയുടെ കൂടെ ലോഫേഴ്സ് ഒക്കെ അങ്ങനെ ഇടാൻ പറ്റില്ല. സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഈ കാണുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഗതി. ഇതൊക്കെ ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയൊക്കെ ഉണ്ടാവും. എല്ലാരും എന്തിട്ടും ഭംഗി. എനിക്ക് ഭയങ്കര നാണക്കേട് ഇടാനായിട്ട്. സത്യം. ഇത് ഓപ്പൺ ഷർട്ട്. ഓ, ഇതിന്റെ അടിയിൽ വേറെ കുർത്ത വരും അല്ലേ? ഷെബി, എനിക്കിത് മൂന്നും ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ റിയാസിന്റെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. റിയാസ്, ഇത്രയും നമ്മൾ കണ്ടതിലെല്ലാം നല്ല ഡ്രസ്സുകളായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സംഗതിയാണിത്. ഇതെല്ലാം നമ്മള് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക്, കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇപ്പൊ ഈ ഒരു സാധനം ഞാൻ കല്യാണത്തിന് വാങ്ങണം വെച്ചാൽ എനിക്ക് എത്ര രൂപ ചെലവ് വരും? നമ്മളിപ്പോ കസ്റ്റമറോട് ചോദിക്കും, കസ്റ്റമറോട് ബഡ്ജറ്റ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക സാധാരണ. അപ്പൊ എത്ര ബഡ്ജറ്റ് മുതൽ ചെയ്യും? അതൊരു 15,000 മുതൽ നമ്മൾ എബോ അങ്ങോട്ടുണ്ട്. 1 lakh, ഞാൻ 2 lakhന്റെ ഒക്കെ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷെബി എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ആ കഥ കേട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നത്. 12ാമത്തെ വയസ്സിൽ സ്കൂളിൽ ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? എല്ലാ കുട്ടികളോടും. കുട്ടികൾ ഡോക്ടർ, എഞ്ചിനീയർ, ടിപ്പിക്കൽ ആൻസേഴ്സ് പറഞ്ഞു. ഷെബി പറഞ്ഞു എനിക്ക് ടൈലർ ആവണമെന്ന്. ടീച്ചറടക്കം എല്ലാവരും ചിരിയായി, കളിയാക്കി അല്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ടൈലർ ആവണമെന്ന്? എനിക്ക് ചെറുപ്പം മുതൽ ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നല്ല ഷർട്ട് ഇടണം, പാൻറ് ഇടണം, അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടുമാണ്. പിന്നെ അതിന്റെ പുറമെ ഉമ്മ ടൈലറാണെന്നുള്ള ഒരു ഇതിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യന് ഇതേപോലെ നല്ലൊരു ലെതറിന്റെ ചെരുപ്പിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെരുപ്പ് നോക്കിയിരുന്നു. അത് ഹെൽപ്പർ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ആഴ്ചയിൽ 50 രൂപയൊക്കെയാണ്. പോയി 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പോയിരുന്നു. വീട്ടിൽ സമ്മതിച്ചോ? ആ, വീട്ടിൽ ഫാദറാണ് എല്ലാം കൊണ്ടാക്കിയത്. ഫസ്റ്റ് ശമ്പളം എനിക്ക് 50 രൂപയായിരുന്നു. ആ 50 രൂപ ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തത് എയറോസോഫ്റ്റിന്റെ ചെരുപ്പാണ്. അത് 450 രൂപയാണ് എയറോസോഫ്റ്റിന്റെ ചെരുപ്പ്. 9 ആഴ്ചത്തെ ആഗ്രഹമാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവിടെ നല്ലൊരു ജേണി ഉണ്ട്. ആ ജേണിയുടെ ഇപ്പൊ നിൽക്കുന്ന വശം എനിക്കറിയാം കേട്ടോ. കാരണം പെരിന്തൽമണ്ണയില് ഇപ്പൊ ഒരു ഷോപ്പ് ഉണ്ട് അല്ലെ? ജെൻസിന്റെ മെറ്റീരിയൽസ് കം വെഡിങ് സ്റ്റുഡിയോ ഉണ്ട്. ദെൻ വളാഞ്ചേരിയിൽ ഒരു ഷോപ്പ് ഉണ്ട്. ഇനി വളാഞ്ചേരിയിൽ തന്നെ വലിയൊരു ഷോപ്പ് വരുന്നുണ്ട് വെഡിങ്ങിന്റെ. ഇഷ്ടംപോലെ ഡിസൈനേഴ്സ് ഉണ്ടല്ലോ ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ. കേരളത്തിലെ ഡിസൈനേഴ്സിന്റെ കൂട്ടത്തിൽ ഷെബി വളരെ പ്രൊഫഷണൽ ആണോ? ഷെബി ആ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ആളാണോ? ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ്? ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ച കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ സത്യം പറഞ്ഞാല് കാണിക്കണം എന്നുള്ളത് മാത്രം. ഞാനിത് ഷെബിയുടെ നാവിൽ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഐ നോ എവരിബഡി നോസ് ലൈക്ക് വൺ ഓഫ് ദ ലീഡിങ് മെൻസ് ഫാഷൻ ഡിസൈനേഴ്സ് ഇൻ കേരള. ആ യാത്രയിൽ കുറേ പടവുകൾ ഉണ്ടാവുമല്ലോ. ബട്ടൺ തുന്നണ ആളിൽ നിന്ന് ഫാഷൻ ഡിസൈനറേക്കുള്ള. അതൊന്ന് ചുരുക്കി പറയാം, എന്തൊക്കെയാണ് ചെയ്തതെന്ന്. 2002 മുതൽ ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ ഡ്രസ്സിനോടുള്ള പാഷനെ കൊണ്ട് ഞാനൊരു ടൈലർ ഷോപ്പിൽ ഹെൽപ്പർ ജോലിക്ക് പോയിട്ട് ബാലപാഠങ്ങൾ പഠിച്ചു വന്ന് തിരുപ്പൂരൊക്കെ പോയിട്ട് നമ്മൾ ടീഷർട്ടിന്റെ ഒരു ബിസിനസ് തുടങ്ങി. അത് ഫുട്പാത്തിലൊക്കെ നമ്മൾ പൂരത്തിനും അതുപോലത്തെ സ്ഥലത്തൊക്കെ അതിൽ നിന്ന് കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഷോപ്പ് തുടങ്ങി വളാഞ്ചേരി തന്നെ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം വലിയൊരു ഷോപ്പിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ട്രാജഡി ആയിരുന്നു.
നഷ്ടം വന്നു. എത്ര രൂപ പോയി? ഒരു 25 ലാക്ക് എനിക്ക് ആ ടൈമിൽ ലാബിലിറ്റി. അത് സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രം അറിയുന്ന ഒരു സ്റ്റോറി, ഞാൻ അത് ആരോട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അതിനുശേഷം പിന്നെ ഞാൻ തളർന്നില്ല, ഞാൻ അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ കഴിവിൽ എനിക്ക് നല്ല കോൺഫിഡൻറ്റ്, ഞാൻ ഈ ടൈലറാണെന്നും എനിക്കിതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന 2 കേസിലാണ്, ഒന്ന് ഫുഡിനും ഒന്ന് ഡ്രസ്സിനും. അപ്പോൾ അതൊരിക്കലും താഴോട്ട് പോകുക എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ നല്ല ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഡിസൈനർ കാണുമ്പോൾ ഒച്ചയും ബഹളവും അവർക്കായിരിക്കണം എല്ലാ ഇമ്പോർട്ടൻസ്. പക്ഷെ ഇദ്ദേഹം വളരെ പതുങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനൊരു ക്വയറ്റ് കോൺഫിഡൻസ് പറഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടുന്നത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായ സംഭവം. കാരണം ഞാൻ ചെറുപ്പത്തിൽ അത്യാവശ്യം ഫുട്ബോളും ക്രിക്കറ്റും അതേപോലെ എൻജോയ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്നാണ് എൻ്റെ ഒരു ചേഞ്ച് ഉണ്ടായത്. കാരണം എനിക്ക് ഭയങ്കര ഡ്രീം ഉണ്ട്. ആ ഡ്രീം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് മാറിയേ പറ്റും. അപ്പോൾ ഞാൻ ആ ഹാപ്പിനെസ് കുറേ ചേഞ്ച് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി സർവീസസ് എന്താ ഷെബി? അപ്പോൾ ഒരു ബ്രൈഡിൻ്റെ ഒരു കോസ്റ്റ്യൂം നമുക്ക് കൊണ്ടുവന്നിരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെഡ്ഡിങ് കോസ്റ്റ്യൂംസ് നമ്മൾ ചെയ്യും. അപ്പം ബ്രൈഡിൻ്റെ സാരി ആണെങ്കിൽ അതിലേക്ക് സ്യൂട്ട് മാച്ച് ആവില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഷെർവാനി, ഇന്ത്യ വെസ്റ്റേൺ കൊടുക്കണം. അപ്പം ബ്രൈഡിൻ്റെ കളേഴ്സ് ഇപ്പോൾ ഒരു പേസ്റ്റൽ കളറായിരിക്കാം, കിട്ടാത്ത റയർ ആയിട്ടുള്ള കളറായിരിക്കാം. ആ കളർ നമ്മളിപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഡൈ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ഡൈയിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഫാമിലി കസിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ഒരേ മെറ്റീരിയലിൽ ഡിഫറെന്റ് കളേഴ്സ് വേണമെങ്കിൽ നമുക്കത് ഡൈ ചെയ്ത് കൊടുക്കണം. പറഞ്ഞപ്പോഴാണ് ഇത് ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, പക്ഷെ ഷെബി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതന്നെ സത്യത്തിൽ അത് സ്റ്റൈൽ ചെയ്തുകൊണ്ടാണ്. ഈ റെഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെരുപ്പ് നമ്മളത് ചെരുപ്പ് ഇത് ബ്രിക്കൻ സ്റ്റോക്ക് ആണോ? അതെ അതെ. പിന്നെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സാധാരണ വസ്ത്രം കൊണ്ട് ഇംപ്രസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലോ. അപ്കമിങ് മോഡൽസ് ആണ്, ആക്ടേഴ്സ്, അതുപോലെ ബിസിനസ്മെൻ. അങ്ങനെയുള്ളവർക്ക് കാശ് കുറേ ഉണ്ടാവും, പക്ഷെ എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് വാങ്ങണം, അതെങ്ങനെ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുപോകണം, ഈ വക സംഗതികളെ കുറിച്ചൊന്നും കറക്റ്റ് അറിവുണ്ടാവില്ല. ഫോർമൽസിന്റെ കൂടെ നമ്മൾ വൈറ്റ് സോക്സ് ഇടും, ലോഫറിന്റെ കൂടെ നമ്മൾ പുറമെ കാണുന്ന സോക്സ് ഇടും, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ക്ലോത്ത്സ് കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഷെബി ചെയ്യുന്ന ഒരു സർവീസിൽ മെയിൻ ആയിട്ടുള്ളതാണ് അല്ലേ? എന്താ ചെയ്യുന്നത് അതിൽ? പേഴ്സണൽ കോസ്റ്റ്യൂം കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ ഡ്രസ്സ് ധരിക്കാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്ത ഓരോ ആളുകളുണ്ട്. അപ്പോൾ കുറേ ബ്രാൻഡഡ് ഷർട്ട്സ് വാങ്ങിയിട്ടുണ്ടാവും, പാൻറ്റും ഷൂസും എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും. പക്ഷെ അത് രാവിലെ ഏതാണ് അയൺ ചെയ്തിട്ട് പോകുന്നൊരു പരിപാടിയാണ്. നമ്മളിപ്പോൾ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ചോയ്സ് ഇല്ല. ചോയ്സിലെ കസ്റ്റമർ ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് നന്നായി, കാരണം അവർക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവർ മെറ്റീരിയൽ ആയിക്കോട്ടെ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്തു കൊടുക്കുക. ആളെ നമ്മൾ പഠിക്കും, ആളായിട്ട് ഒരു 1-to-1 ഇരുന്ന് നമ്മൾ ആളോട് സംസാരിച്ച് ആളുടെ നീഡ് എന്തൊക്കെയെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആളുകളുടെ കോസ്റ്റ്യൂംസ് നമ്മൾ ഡോക്ടർക്ക് ഒരു കാഷ്വൽ ഫാഷൻ ഡ്രസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതോടൊപ്പം ഡോക്ടർക്ക് കാഷ്വൽ യൂസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ബീച്ച് വെയർ വരെ നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷൂട്ട് ബ്രൗൺ ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയുന്നവർക്ക് അറിയാതെ ഡ്രസ്സിങ് ചെയ്യാൻ അറിയാത്ത ആളാണെന്ന് അറിയാൻ പറ്റും. ഇതിനെന്ത് ചാർജ് ഒക്കെ ഈടാക്കും? ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 1 lakhന്റെ ഒരു പാക്കേജ് നമ്മൾ ചെയ്യുന്നത്. 1 lakh ഡ്രസ്സുകളും അത് എല്ലാം പെടും. ഒരു 22 കോസ്റ്റ്യൂം ഉണ്ട്, അതിനനുസരിച്ചുള്ള അതിലെല്ലാം പെടും. ഗ്യാരണ്ടി നമ്മള് ക്ലയൻസ് ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ മലബാർ മേഖലയിൽ അല്ലെങ്കിലും ഇപ്പൊ ഭയങ്കര ഫാഷൻ വിപ്ലവമാണ് അല്ലേ? ഇപ്പൊ നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരില് ഓൾട്ടർനേറ്റീവ് ഡ്രീംസ് ഉള്ളവർക്ക്, അതിന്റെ പിന്നാലെ പോയി സക്സസ്ഫുൾ ആയ ഒരാളെന്നുള്ള രീതിയിൽ ഷെബിക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം നമ്മുടെ ആഗ്രഹം എന്താന്നുള്ളത് നമ്മൾ എടുക്കണം. എന്താവണമെന്നും ഓരോ കുട്ടികൾക്കും ഫാമിലി ഇപ്പോൾ ഫാദർ ഡോക്ടറായി വെച്ചിട്ട് കുട്ടിക്ക് അതാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ട് അവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അപ്പുറത്തേക്ക് ചാടുക. അങ്ങനെ ചാടിയിട്ട് കാര്യം നമ്മൾ അതിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് 100% ഷുവറാണ്. അതിൽ എക്സാമ്പിളാണ് ഞാൻ. ഒരു ബിസിനസ്മാൻ്റെ ആളുടെ അവസാനം എന്ന് പറയുന്നത് ഖബറിലാണ്. അതുവരെ ഞാനൊരു ഡേ ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഫാഷന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്യാൻ. അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ്? ഒരു നാഷണൽ ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആകുമോ? കൊട്ടിയൂർ മാജിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബ്രാഞ്ചാണ് ഫസ്റ്റ് വളാഞ്ചേരിയാണ് ബ്രാൻഡിൽ വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഫ്രാഞ്ചൈസിയാണ് ഞാൻ കൺസെപ്റ്റിന്റെ. അതായത് അഹങ്കാരം കോൺഫിഡന്റ് ആണ്. വൈഫ് എന്ത് പറയുന്നു? വൈഫ് ഹാപ്പി ഇരിക്കണം, കുഴപ്പമൊന്നുമില്ല. പ്രേമ കല്യാണമായിരുന്നില്ലേ? വിവാദമായ നാട്ടിൽ? അതോ ചെറിയ രീതിയിലൊക്കെ? ചെറിയ രീതിയിൽ അല്ലേ? കുട്ടികളൊരാള് അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ഷെബിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആകസ്മികമായി കണ്ടിട്ട് ഫസ്റ്റ് ദിവസം തന്നെ കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെ പെരുമാറി അത് ഇന്നും മുന്നോട്ട് പോകുന്നു. അതിനേക്കാൾ ഉപരി എന്നെ ആകർഷിച്ചത് വസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ കണ്ണിലെ തിളക്കം, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരു സംഗതി. അപ്പോൾ ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ എന്തായാലും ഇന്റർനാഷണലി അക്ലൈംഡ് ഡിസൈനർ ആവട്ടെ. ദെൻ സർവീസസ്, ഞാൻ എൻ്റെ വീട്ടിലെ കല്യാണത്തിനും എല്ലാം ഫെബി തന്നെയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് എനിക്കറിയാം സർവീസസ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്.